ഹലോ, ഇറ്റ്സ് മീ കറപ്റ്റ് സാർ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് സെലിബ്രിറ്റിയുടെ ഹൊറോസ്കോപ്പ് നോക്കാൻ പോവുകയാണ്. പ്രദീപ് രംഗനാഥൻ്റെ ഹൊറോസ്കോപ്പ് നമ്മൾ നോക്കാൻ പോവുകയാണ്. കാരണം എൻ്റെ നിന്ന് അപ്പം എടുക്കുന്ന ചില ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് പറയും, ഒരു കാര്യം ചെയ്യും, സെലിബ്രിറ്റീസിൻ്റെ ഇതൊക്കെ ചെയ്തിടാൻ പറയും. അപ്പോൾ അതുകൊണ്ട് ചെയ്തിടുകയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എത്രത്തോളം കൃത്യമാണെന്ന് അറിയത്തില്ല ഇത് ഈ ഒരു ചാർട്ട്. പക്ഷേ ഈ ഒരു ഇതിലോട്ട് വന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഒരു ലഗ്നത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ഹസൻ ഒരു കുംഭലഗ്നത്തിലാണ്. അപ്പോൾ എനിക്കറിയാം പ്രതാപ് രംഗനാഥനെ പറ്റി. ഞാൻ എൻ്റെ അറിയാമെന്നുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ പ്രൊഡിക്ഷൻ നടത്തിയിട്ടുണ്ട്. എനിക്കറിയാവുന്നവരോടത്ത് ചോദിച്ചാൽ അറിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രദീപ് രംഗനാഥൻ എന്ന് പറയുന്ന ആൾ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് സിനിമ ചെയ്യും. അതും അഡ്വാൻസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യും. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോയും ചെയ്യുമെന്ന്, വീഡിയോ അല്ല, സിനിമ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളൊക്കെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. അതിന് കഴിഞ്ഞ ശേഷം അന്ന് ഞാൻ പറഞ്ഞത് എക്സാമ്പിൾ ഒരു എന്നാണ് ഡ്യൂഡ് സിനിമയൊക്കെ റിലീസ് കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞ കാര്യമാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LIK എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. അതിൻ്റെ ഫുള്ള് റോബോട്ടിക്സും റോബോട്ടിൻ്റെ ഫൈറ്റ് സീനും ഒരു ആപ്ലിക്കേഷൻ വെച്ചുള്ള പരിപാടിയും റൊമാൻസും എല്ലാമാണ്. അപ്പോൾ പ്രദീപ് രംഗനാഥൻ എന്തുകൊണ്ട് ഈ റൊമാൻറ്റിക് സിനിമ ഒരുപാട് ചെയ്യുന്നുണ്ട്? അതുമാത്രമല്ല, ഇതിനെയൊക്കെ പറ്റി നമ്മൾ ഡീറ്റെയിൽ നോക്കാം. നമ്മൾ സെലിബ്രിറ്റിയുടെ ജാതകം നമ്മളിപ്പോൾ നോക്കാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങളെ കാര്യം നമ്മൾ നോക്കി പറയും. ഓക്കെ, നിങ്ങളെ കാര്യം നമ്മൾ നോക്കി പറയും. നിങ്ങളുടെ ഹൊറോസ്കോപ്പ് നമ്മൾ ഇതേപോലെ നോക്കി പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തോന്ന് ചെയ്യുക, എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, എല്ലാവർക്കും ഇത് റെഡി ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ എന്തോന്ന് ചെയ്യുക, നിങ്ങൾക്ക് ഡൗട്ടുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുന്നുള്ളതാണ്. നമ്മൾ എന്തോന്ന് ചെയ്യും, അതിനുള്ള റിപ്ലൈയും ആൻസറും എല്ലാം തരുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ എന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, എൻ്റെ ചാനൽ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായി, ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എടുക്കാമെന്നുള്ളതാണ്. കമൻറ്റ് ബോക്സിൽ നമ്മളിപ്പോൾ കൊടുത്തിരിക്കാം. ഓക്കെ, ആ നമ്പറിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ അപ്പോയിൻമെൻ്റ് എടുക്കാം. കരിയർ, ജോബ്, റിലേഷൻഷിപ്പ്, അസുഖങ്ങൾ, അതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഫീസ് എന്ന് വേറെ 200 രൂപ മാത്രമേ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. അതൊരു കുറച്ച് ദിവസത്തേക്ക് നമ്മൾ അങ്ങനെയാണ്. ഇപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ 200 രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് PDF ഉൾപ്പെടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ലഗ്നം കുംഭമാണ്. അതുകൊണ്ട് എൻ്റെ ബോഡി ടൈപ്പ് നല്ല എന്നെ അറിയുന്നുള്ളവർക്ക് അറിയാം, ഞാൻ കുറച്ച് സ്കെൽറ്റാണ്. അപ്പോൾ ധനുഷ്, പ്രദീപ് രംഗനാഥൻ ഇതുപോലത്തെ ആൾക്കാരെല്ലാം അത്യാവശ്യം സ്കെൽറ്റാണ്. കാരണം അവിടെ ലഗ്നം എന്ന് പറഞ്ഞാൽ കുംഭത്തിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ കുംഭത്തുകളെല്ലാവരും ഇതുപോലെ ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വ്യത്യസ്തമായിട്ടുള്ള കാര്യമായിരിക്കും. എനിക്ക് മനസ്സിലായി, എനിക്ക് ഈ പുള്ളിയുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ നോക്കുന്നതിന് മുമ്പേ എനിക്കറിയാം പുള്ളിയുടെ ലഗ്നം കുംഭമാണെന്ന് മനസ്സിലാവും. അതൊരു ആസ്ട്രോളജർ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്കും ഇതുപോലെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾ എന്തോ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു പ്രഡിക്ഷൻ ചെയ്യാം. ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ആൾ എങ്ങനത്തെ ഒരാളാണ്, അയാളുടെ മുഖം വെച്ചും അയാളുടെ ബോഡി വെച്ചും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. ആദ്യം തന്നെ പ്രദീപ് രംഗനാഥൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ലഗ്നം കുംഭമാണ്. ലഗ്നത്തിൽ ശനി നിൽക്കുന്നുണ്ട്. ശനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് കുറച്ച് മടിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മടിയും അലസതയും എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശനിയുടെ അപഹാരമോ അല്ലെങ്കിൽ അന്തർദശയോ അല്ലെങ്കിൽ ശനി എന്തോന്നാണ് അങ്ങനെയൊക്കെ ദശാപഹാരമോ ഒക്കെ വരുമ്പോൾ ഒരു മടി പുള്ളിക്ക് നല്ല രീതിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ അതാണ് പറയുന്നത്. രാഹു ഉണ്ടെങ്കിൽ പോലും അവിടെ ഈ കുംഭലഗ്നത്തിലെ ഡീഫോൾട്ടായിട്ട് രാഹുവും കൂടെ ഉണ്ട്. അത് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമാണ്. ശനി മാത്രമല്ല, അവിടെ രാഹുവും കൂടെ ഉണ്ട് കുംഭത്തിൽ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന 2ാമത്തെ ഭാവത്തിൽ ഗുളിക നിൽക്കുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഗുളിക നിന്നു കഴിഞ്ഞാൽ ജീവിതം മുടിഞ്ഞു പോയി. അയ്യോ, എല്ലാവരും എൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് എടുക്കാൻ ചോദിക്കുന്ന ചോദ്യമാണ്.
അയ്യോ ബ്രോ എൻ്റെ ഇതിൽ ഗുളിക നിൽക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരുപാട് അണ്ണന്മാരൊക്കെ മെസ്സേജ് അയക്കും ഇതേപോലെ വന്ന് ഗുളിക നിൽക്കുന്നുണ്ടല്ലോ, പണി കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഹൊറോസ്കോപ്പിൽ ഗുളികൻ അവിടെ നിൽക്കുമെങ്കിൽ പോലും ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉണ്ടെങ്കിൽ അത് എന്തോ നീയും അതങ്ങ് മാറിഞ്ഞ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഗുളിക നിൽക്കുന്നു എന്നും പറഞ്ഞ് നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഗുരുവിൻ്റെ ദൃഷ്ടി ഇല്ലെങ്കിൽ, ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടിയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ഗുളികനൊരു ഗ്രഹത്തിൻ്റെ കൂടെ തന്നെ സൂക്ഷിക്കാം. ശുക്രൻ്റെ ആവാം, ബുധൻ്റെ ആവാം, സൂര്യൻ്റെ ആവാം, ഗുരുവിൻ്റെ ആവാം. ഏത് ഗ്രഹത്തിൻ്റെ കൂടെ വന്നാലും പ്രശ്നമാണ്. അതാണ് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഗുളികന് ഒറ്റയ്ക്ക് നിൽക്കുന്ന അത്രയും നല്ലതാണ്. മനസ്സിലായില്ലേ? അതാണ് പറയുന്നത്. കാരണം അത് പിന്നെ അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ഭാഗത്ത് ഗുളിക നിൽക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും പേടിച്ചു. എന്നാൽ പിന്നെ ഇപ്പം പ്രദീപ് രംഗനാഥൻ ഇപ്പം പൈസയൊന്നും കൈ നിൽക്കത്തില്ല, വീടിന് പ്രശ്നം വരും ഒക്കെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം അയച്ചു നോക്കണം. ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. മനസ്സിലായില്ലേ? ഗുരു നിൽക്കുന്ന സ്ഥലത്തുനിന്ന് 7 വഴി എണ്ണിക്കഴിഞ്ഞാൽ അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. എവിടെയുണ്ട്? ഗുളികൻ്റെ മുകളിലുണ്ട്. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ സ്റ്റേജ് നിൽക്കുകയാണ്. ഗുരു എന്തോ നീങ്ങുന്നത് മീനത്തിലാണ് മാന്തി നിൽക്കുന്നത്. മാന്തിയുടെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി ഈ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ വ്യാഴത്തിൻ്റെ സ്വന്തം ഹൗസാണ്, ബെസ്റ്റ് ഹൗസാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും അവിടെ ഇറങ്ങി കളിക്കാൻ ആർക്ക് പറ്റും? ഗുരുവിന് പറ്റും. അത് മാത്രമല്ല, ഗുരുവിന് വേറെ പ്രത്യേകതയുണ്ട്. ഗുരു ദൃഷ്ടി ചെയ്യുന്ന ഭാവങ്ങളിൽ മാത്രമാണ് കൂടുതലും നോക്കുന്ന ഭാവങ്ങളിൽ കൂടുതൽ ബെനിഫിറ്റ് കൊടുക്കുക ഇയാളുടെ ഹോറോസ്കോപ്പിൽ. അതാണ് ഗുരുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 1, 2, 3, 4 4 ശുക്രനും കേതുവും നിൽപ്പുണ്ട്. കേതു. അപ്പോൾ ഈ 2 കോമ്പിനേഷൻ അത്ര ഇതല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്തോന്നാണ്, പുള്ളിക്ക് നല്ല അട്രാക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ്. കാരണം ശുക്രൻ നിൽക്കുന്നത് എവിടെയാണ്? ശുക്രൻ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഹൗസാണ്, ഇടവത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, ശുക്രൻ നല്ല അടിപൊളി പ്ലേസ്മെൻറ്റിലാണ്, സ്വന്തം വീട്ടിൽ നിൽക്കുന്നുണ്ട്. ഒരു ഇതാണ്. അപ്പോൾ അവിടെ കേതുവും കൂടെ നിൽക്കുന്നുണ്ട്. മീൻസ് എന്തോന്നാണ്, ഒരു ഡിറ്റാച്ച്മെൻറ്റ്, ഒരു ബ്രേക്കപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടായി കാണും പുള്ളിക്ക്. മനസ്സിലായില്ലേ? 5 പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രേമം എന്തായാലും ഉണ്ടായി കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രേമം ഉണ്ടായത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രദീപ് രംഗനാഥൻ പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാവാം, കോളേജിൽ പഠിക്കുന്ന കുട്ടിയാവാം, ഇല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ഇഷ്യൂ എന്തെങ്കിലും, ഇപ്പോൾ ഒരു ഡോക്യുമെൻ്റ് റിലേറ്റ് ചെയ്തൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിചയപ്പെട്ടൊരു കുട്ടിയാവാം, എന്തോ ആയിക്കോട്ടെ. ഈ 3 മേഖലയിൽ നിന്നും ഒരു റിലേഷൻഷിപ്പ് പ്രദീപ് രംഗനാഥൻ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊരു ബ്രേക്കപ്പ് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ബ്രേക്കപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ബ്രേക്കപ്പ് കിട്ടിയപ്പോൾ അതിൽ നിന്നുണ്ടായ എക്സ്പീരിയൻസ് ആണ് ലവ് ടുഡേ, ഡ്യൂഡ് എന്ന് പറയുന്ന സിനിമയിൽ ഇൻഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെ. അപ്പം ഈ ശുക്രൻ നിൽക്കുന്നത് നല്ല സ്വന്തം പ്ലേസ്മെൻ്റാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരുപാട് ആൾക്കാർ സ്വന്തം കഴിവുകൾ വെറുതെ യൂസ് ചെയ്യാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ശുക്രനൊക്കെ നല്ല ഉച്ചത്തിലൊക്കെ നിൽക്കും, ഇതുപോലെ നല്ല പ്ലേസ്മെൻറ്റിലൊക്കെ നിന്നാൽ പോലും ചിലത് യൂട്ടിലൈസ് ചെയ്യത്തില്ല. അങ്ങനെ. അപ്പോൾ എന്തോന്നാണ്, ഇതാണ് കാര്യം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശുക്രൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു കലാപരമായിട്ട് ഒരുപാട് ഉയർച്ചയിലെത്താൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കലയും ബ്യൂട്ടി, സൗന്ദര്യം, സ്ത്രീ, ഇതിനെല്ലാം ശുക്രന് കാലഘട്ടമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം എന്ത് സംഭവിക്കും? പ്രദീപ് രംഗനാഥന് നല്ലൊരു ഉയർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെ കരിയറിൽ. അതുകൊണ്ടാണ്. ഓക്കെ, നല്ലൊരു ഉയർച്ച ഉണ്ടാകാൻ സാധ്യത ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ, അങ്ങനെ. പിന്നെ നല്ലൊരു വീട്, വാഹനം എല്ലാം ഉണ്ടാകും. പക്ഷെ അതുമായിട്ടൊരു ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേത് നിൽക്കുന്നത് കൊണ്ട് തന്നെ. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ കലാപരമായി നല്ല രീതിക്ക് മുന്നേറാൻ പറ്റും. കാരണം ഇടവത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് സ്വന്തം ഇതിൽ. അപ്പോൾ ഇതാണ് കാര്യം. ഇനി അടുത്ത ബുധനും ശുക്രനും കൂടെ ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബുധനൊക്കെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്തോന്നാണ്, പ്രദീപ് രംഗനാഥൻ എന്ത് സംഭവിച്ചിട്ടുണ്ട്? പ്രേമം സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല 6 സൂര്യനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രദീപ് രംഗനാഥൻ എന്ന് പറഞ്ഞാൽ ശത്രുശാന്ത യോഗമുള്ളൊരു വ്യക്തിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുക്കളെ ഡിഫീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രദീപ് രംഗനാഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരുപാട് ശത്രുക്കൾ വരും. ആ ശത്രുക്കൾ വന്നാൽ അവരെ ഡിഫീറ്റ് ചെയ്ത് പോകാനുള്ളൊരു കഴിവ് ഈ പറയുന്ന സൂര്യൻ കൊടുക്കും എന്നുള്ളതാണ്. 6 സൂര്യൻ കൊടുക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന 7 ചൊവ്വയാണ്. ചൊവ്വ ദോഷമുള്ള ആളാണ് പ്രദീപ് രംഗനാഥൻ എന്ന് പറയുന്നത്. അപ്പോൾ
ചൊവ്വാദോഷം എന്തോന്നാണെന്നൊക്കെ ഞാൻ എന്ത് പറയുന്നു എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാം പച്ചയ്ക്ക് തുറന്നു പറയും, നമ്മളങ്ങനെ ഒന്നും ഒളിപ്പിക്കത്തൊന്നുമില്ല. നമ്മൾ ആസ്ട്രോളജിയിലുള്ളത് തന്നെ നല്ല പച്ചയായിട്ടുള്ള സത്യങ്ങളൊക്കെ അങ്ങ് വിളിച്ച് പറയും. അതുകൊണ്ട് നിങ്ങൾ എന്തോന്ന് ചെയ്യുക, ചൊവ്വാദോഷത്തിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്ത് ഗുരു. ചൊവ്വാദോഷം പല രീതിയിലും ഉണ്ട് കേട്ടോ, റിലേഷൻഷിപ്പിൽ തന്നെ പല രീതിയിലും ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഗുരു നിൽക്കുന്നുണ്ട് 8. അപ്പോൾ എന്തോന്നാണ്, സാമ്പത്തികമായി ചെറിയൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗുരുക്കന്മാർ തമ്മിൽ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് വലിയൊരു പ്രശ്നമില്ല. അതൊക്കെ പുള്ളിക്ക് എന്തോന്ന് ചെയ്യാൻ പറ്റും, ലഗ്നത്തിൽ ബലം ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് കാര്യം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചന്ദ്രൻ നിൽക്കുന്നുണ്ട്. ചന്ദ്രൻ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്, 9 ചന്ദ്രൻ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ എന്താണ് വീട്ടിൽ എന്തോന്നാണ്, അച്ഛൻ്റെ കുടുംബത്തിൽ ആർക്കൊക്കെയോ ഈ ആഹാരവുമായി ബന്ധപ്പെട്ട് ഈ കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ബേക്കറിയോ ഫുഡ് ഐറ്റംസോ ആഹാരമോ പാലോ കൃഷിയോ അങ്ങനെ എന്തോ വെള്ളം, ഫുഡ്, ഭക്ഷണവുമായി ബന്ധപ്പെട്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്ത ആൾക്കാർ ആണ് ഈ പറയുന്ന പ്രദീപ് രംഗനാഥൻ്റെ അച്ഛൻ്റെ തറവാട്ടിൽ കൂടുതലും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അച്ഛൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ സ്വന്തം അച്ഛനത് ആരാധിക്കും ജോലി. അച്ഛന് ഈ പറയുന്ന പ്രദീപ് രംഗനാഥൻ അച്ഛൻ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ നോക്കിയാൽ മതി, എനിക്കറിയത്തില്ല. ഓക്കെ, അറിയാമെന്നുള്ളത് പോയി നോക്കുക. അപ്പോൾ 10ാമത്തെ ഭാഗത്ത് സർപ്പം നിൽക്കുകയാണ്. സർപ്പം നിൽക്കുമ്പോൾ എന്താണ് പ്രശ്നം? സർപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടാൻ വേണ്ടി എന്ത് പണിയും ചെയ്യും എന്നുള്ളതാണ്. എന്ത് കുറുക്ക് വഴിയും തേടും ഇവർ. അതാണ്, എന്ത് വേണോ ചെയ്യും. നല്ല സ്ട്രെയിറ്റ് വഴിയിൽ പോകില്ല, വളഞ്ഞ വഴി കൂടെ എന്ത് വേണോ അവർ ചെയ്യാൻ നോക്കും. അതുമാത്രമല്ല, ഇവർക്ക് ഈ പറയുന്ന 10 രാഹുവുള്ള ആൾക്കാർക്ക് എന്താണ് ഗുണം? ഇവർക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫ്യൂച്ചറിസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതൊരു ടെക്നോളജി. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ബിസിനസ് ചെയ്യുകയോ അല്ലെങ്കിൽ നല്ലതായിരിക്കും. അത് മാത്രമല്ല, ട്രാൻസ്പോർട്ടേഷൻ, ഈ ബസ് ഓട്ടിക്കുക, ഡ്രൈവിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതൊക്കെ അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അത് മാത്രമല്ല, എന്തോന്നാണ് ഇവർക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചില രാഹുവിൻ്റെ സ്വാധീനം ഉള്ളവർക്ക് ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ഇവർ ജോലികളൊക്കെ ഇനി മാറി ചെയ്യേണ്ട അവസ്ഥകൾ വരും. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഇവർ ചെയ്യുന്ന നല്ല ജോലിയാണെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ ഇവർക്ക് ജോലി ഇങ്ങനെ മാറി ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അവർ കർമ്മതനുസരിച്ചുള്ള ജോലി ഇല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ മാറി ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും ഇങ്ങനെ ലൈഫിലോ. അതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്നാണ്, പിടിവാശിയാണ്, അത്യാഗ്രഹമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹം കാണും, നമുക്കൊരു നല്ല ജോലി വേണം, ഒരു ആഗ്രഹം കാണാം. പക്ഷേ ഇവർക്ക് അങ്ങനെ നല്ല അത്യാഗ്രഹം കാണും. ഇവർക്ക് ജോലിക്ക് വേണ്ടി, ജോലി കിട്ടാൻ വേണ്ടി ഇവർ എന്ത് കാണിക്കും. ഇത് എത്ര ഉണ്ടെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നുള്ളൊരു കാര്യമാണ്, എത്ര ഉണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുള്ളതാണ്. അത്രയും വാശി ഇവർക്കുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ 10 രാഹുകൾ ഒരുപാട് ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ജോലി കിട്ടുള്ള യോഗം മീൻസ് ഒരു ഹോറോസ്കോപ്പിൽ ഇങ്ങനെ ഡൗണായി കിടന്നാൽ പോലും ഈ 10 രാഹുവൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ചിലവരൊക്കെ സർക്കാർ ജോലി കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊടുക്കത്ത വാശിയാണ്. ഈ പഠിക്കാനും ഇപ്പം ജോലി കിട്ടാൻ വേണ്ടി അവർ എന്ത് വേണോ ചെയ്യും. അതാണ് പരിപാടി. നല്ലൊരു ജോലി അവർക്ക് ലക്ഷ്യത്തിന് എത്താൻ വേണ്ടി അവർ എന്ത് വേണോ ചെയ്യും. അപ്പോൾ ഒരു ജോലി, ഒരു കരിയറിൽ നല്ല രീതിക്ക് ഒരു ബിൽഡപ്പ് ഉണ്ടാക്കാൻ 10 രാഹു സർപ്പം സഹായിക്കും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആസ്ട്രോളജി ഏകദേശം പഠിച്ച് കുറേ എണ്ണം അങ്ങ് പഠിക്കും നിങ്ങൾ. അതാണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യാതിരുന്നാൽ ശരിയാവത്തില്ല. എൻ്റെ അടുത്ത് അപ്പം എടുക്കുന്ന ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, സെലിബ്രിറ്റീസിൻ്റെ വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അത്രയോ വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ 11 നിൽക്കുന്നുണ്ട്, 11 നിൽക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഹൊറോസ്കോപ്പിൽ പറയാനുണ്ട്. അപ്പോൾ പ്രദീപ് രംഗനാഥൻ എന്തുകൊണ്ടാണ് റോബോട്ടിക്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെ ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായില്ലേ? ആപ്ലിക്കേഷൻ, മൊബൈൽ ഫോണ്, അങ്ങനത്തെ ഒരു ട്രാക്കിലൂടെയൊക്കെ പ്ലസ് ലവ് ട്രാക്ക്, ഇത് രണ്ടും പിടിക്കുന്നതിൻ്റെ കാരണം ഇതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വ്യക്തിയുടെ ഇനി ഫ്യൂച്ചറിൽ പ്രദീപ് രംഗനാഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഏത് സിനിമ എടുത്താലും അതിൽ മൊബൈൽ ഫോണ് അതിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. മൊബൈൽ ഫോൺ, അത് മാത്രമല്ല ഹെഡ്സെറ്റ്, അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന പോലെ എന്തോന്നാണ്
ഈ മോഡേൺ ടെക്നോളജി, റോബോട്ടിക്, ഫ്യൂച്ചറിസ്റ്റിക്കുള്ള കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ, സോഷ്യൽ മീഡിയ, ട്രെൻഡിങ്, ഇതെല്ലാം ഉൾപ്പെടുത്തി മാത്രമേ എന്തോ ചെയ്യത്തുള്ളൂ, പ്രദീപ് ജഗന്നാഥൻ വീഡിയോ ചെയ്യത്തുള്ളൂ. നിങ്ങൾ ചോദിക്കും ബാക്കിയുള്ള സംവിധായകന്മാർ അങ്ങനെയാണോ നിങ്ങൾ ചോദിക്കും. എല്ലാവരും അങ്ങനെയല്ലേയും ചോദിക്കും. അപ്പോൾ അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയൊന്നുമല്ല. പ്രദീപ് ജഗന്നാഥൻ ഒരുപാട് ഇത് കാണിക്കുന്നു, ഒരുപാട് ചെയ്യും. മനസ്സിലായില്ലേ? അതാണ് പറയുന്നത്. പ്രദീപ് ജഗന്നാഥൻ എന്തോ ചെയ്യും, ഒരുപാട് അത് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കും. മനസ്സിലായില്ലേ? റൊമാൻറ്റിക് പ്ലസ് ഫ്യൂച്ചറിസ്റ്റിക്, ഇത് രണ്ടും കൂടി ചേർന്നതായിരിക്കും പുള്ളിയുടെ കരിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും പ്രദീപ് ജഗന്നാഥൻ എന്തുകൊണ്ടാണ് റൊമാൻറ്റിക് മൂവീസ് ഒരുപാട് ചെയ്യുന്നതെന്നും അതിൽ ഫ്യൂച്ചറിസ്റ്റിക്കുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഓക്കെ.